വൈഫൈ പോലും വേണ്ടാത്തൊരു കിടിലൻ ക്യാമറ. പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു ക്യാമറയാണിത്. കാരണം നാട്ടിലെ ഒരു വീട് പണിയോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ വേണ്ടി നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ഡോർ ടൈപ്പ് ക്യാമറയാണിത്. ഇതിൻ്റെ ഒരു പ്രധാന ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിന് വൈഫൈയുടെ ആവശ്യമില്ല. ഇത് നമുക്കൊരു 4G അല്ലെങ്കിൽ 5G സിം കാർഡ് മേടിച്ചിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഡ്യുവൽ ലിങ്കേജ് എന്ന് പറയുന്ന ടൈപ്പ് ക്യാമറയാണ്. ലിങ്കേജ് എന്ന് ഉദ്ദേശിക്കുന്നത് 2 ലെൻസ് വരുന്നുണ്ട്. ഒരെണ്ണം സ്റ്റാറ്റിക് ആയിരിക്കും, ഒരെണ്ണം 360 ഡിഗ്രി റൊട്ടേഷനുള്ള ക്യാമറയാണ്. അപ്പം ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ കൊണ്ട് തന്നെ നമുക്ക് 2 ക്യാമറയുടെ ഉപയോഗം നടക്കും. ഇതിൽ മുകളിൽ കാണുന്ന ക്യാമറ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കും, താഴെ കാണുന്ന ക്യാമറ 360 ഡിഗ്രി റൊട്ടേഷനും അപ്പ് ആൻഡ് ഡൗൺ ടിൽറ്റും വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ വെള്ള ക്യാപ്പ് അതിന് സൈറൻ ലൈറ്റ് ആണ്. അത് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് രാത്രി ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സൈറൻ ലൈറ്റ് ഓൺ ആവുകയും അപ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. മെമ്മറി കാർഡിലാണ് ഇതിൻ്റെ വീഡിയോ എല്ലാം റെക്കോർഡ് ആവുന്നത്. നമ്മളിവിടെ ക്യാമറ ഒരു 15 അടി പൊക്കത്തിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഫ്ലോർ പണിയുമ്പോഴത്തേക്കും അതിൻ്റെയും കൂടെ വിഷ്വൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈറ്റിന്റെ ഫുൾ കവറേജ് ഈ ഒറ്റ ക്യാമറയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതിലേക്ക് ഒരു ക്യാമറയും ആ 360 ഡിഗ്രി റൊട്ടേഷൻ വെച്ച് നമുക്ക് ബാക്കി എല്ലാ സ്ഥലത്തേക്കും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഒരു സാധനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ നിന്ന് മിസ്സായി പോകത്തില്ല. ക്യാമറയുടെ വിഷ്വൽ ക്ലാരിറ്റി ആണെങ്കിലും വളരെ അടിപൊളിയാണ്. ലിങ്കേജ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് സ്റ്റാറ്റിക് ക്യാമറയിൽ കാണുന്ന ഏതെങ്കിലും വിഷ്വൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് താഴെയുള്ള ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ആയി വരും. അപ്പോൾ ഇതുപോലത്തെ ക്യാമറ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ബൈ ഫ്രം IT Next.